ഹായ്, ഞാനിന്ന് പറയാൻ പോകുന്നത് യൂട്യൂബിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഹൊറർ മൂവീസിനെ കുറിച്ചാണ്. പടത്തിൻ്റെ പേര് പിശാച്. പിശാച് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കരമായിട്ടുള്ള ഹൊറർ മൂവീസ് ആണെന്ന്. അത്രയും ഹൊററൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചെറിയ രീതിയിൽ പേടിക്കാനുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പടത്തിൻ്റെ കഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ നായകൻ ഒരു അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയെ രക്ഷിക്കാൻ നോക്കുകയും ആ പെൺകുട്ടി മരിക്കുകയും അതിനുശേഷം ഈ നായകന് ഭയങ്കരമായ ഒരു അസ്വസ്ഥത, അതായത് മാനസികമായ പ്രശ്നങ്ങൾ വരികയും പിന്നെ ഈ നായകൻ്റെ വീട്ടിൽ, അതായത് നായകൻ്റെ റൂമിലും മാനസികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് എന്ന് അന്വേഷിച്ച് പോകുമ്പോൾ ഈ അപകടത്തിൽ പെട്ട പെൺകുട്ടിയുടെ പ്രേതമാണ് ഇവൻ്റെ വീട്ടിലുള്ളത്, അതായത് ഈ അമാനുഷികമായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അന്വേഷിച്ച് പോകുമ്പോഴാണ് നായകൻ മനസ്സിലാവുന്നത്. അതായത് ഈ നായകൻ ഓടിച്ചു പോയിരുന്നൊരു വണ്ടി തട്ടിയിട്ടാണ് ഈ അപകടം നടന്നതും ഈ പെൺകൊച്ചു മരിച്ചു പോകുന്നതും. അങ്ങനെ വീണ്ടും ഈ നായകന് മനസ്സിൻ്റെ സമനില തെറ്റുകയും ഞാൻ കാരണമാണല്ലോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുകയും പിന്നീട് അങ്ങോട്ട് പോകും തോറും എന്താണ് ഇതിനുള്ള പ്രതിവിധി എന്നുള്ളത് നോക്കുകയും ഈ പെണ്ണിൻ്റെ അച്ഛൻ, അതായത് ഈ പെണ്ണിൻ്റെ അച്ഛനെ കാണുകയും അച്ഛനോട് സംസാരിക്കുകയും ചെയ്യുന്നു. പിന്നെ അതിലിടയ്ക്ക് കുറച്ച് ഹൊറർ സീൻസും എല്ലാം ഉണ്ട്. പക്ഷേ ഇതിലെ ഹൊറർ സീൻസിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ പ്രേത കഥാപാത്രം ഒരിക്കലും ഈ നായകനെ ഉപദ്രവിക്കുന്നില്ല. നായകന് നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതാണ് ഈ പ്രേതത്തിൻ്റെ പ്രത്യേകത. അതായത് ഈ പ്രേതത്തിന് ഈ നായകനെ ഇഷ്ടമാണ്. അതായത് മരിക്കുന്ന സമയത്ത് ഈ നായകന്റെ കൈ പിടിച്ചിട്ട് ഈ നായിക പറയുന്ന, അതായത് ഈ മരിച്ച പെൺകുട്ടി പറയുന്നത് അപ്പ എന്നാണ്. അപ്പോൾ ആ ഒരു അപ്പന്റെ സ്നേഹം അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒന്നാണ് ഈ പെൺകുട്ടി ഈ നായകനിൽ കാണുന്നതും. അങ്ങനെ ഈ മരിച്ചു കഴിഞ്ഞ ശേഷം ഈ പ്രേതമായിട്ട് വരുമ്പോഴും ഈ നായകന് നല്ലത് മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പടം പോകുന്നത്. അപ്പോൾ ഈ മരിച്ച പെൺകുട്ടിയുടെ അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അച്ഛൻ വന്ന് ഈ സംഭവങ്ങളൊക്കെ നേരിട്ട് കാണുകയും, അപ്പോൾ ഇതിനുള്ളൊരു പ്രതിവിധി എന്താണെന്ന് നോക്കുമ്പോൾ തോന്നുന്നു അതിൽ പ്രതിവിധി അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഈ മരിച്ച ഈ പെൺകുട്ടിയെ ഇവര് മറ ചെയ്യുകയോ അല്ലെങ്കിൽ ദഹിപ്പിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഈ ഐസിലാക്കിയിട്ട്, അതായത് ഈ നായികയുടെ അച്ഛന് ഐസിന്റെ ഒരു പരിപാടിയാണ്, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതിലാക്കി വെച്ചേക്കാണ്. അങ്ങനെ പിന്നീട് ഈ പ്രേത കഥാപാത്രം വന്നിട്ട് ഈ അവരുടെ ശരീരം തന്നെ എടുത്തു കൊണ്ടുപോയി കത്തിച്ച് അവിടെ വെച്ച് പരിപാടീസ് എല്ലാം, അതായത് നെഗറ്റീവ് എല്ലാം കളയുന്ന പോലത്തെ ഒരു പടമാണ്. പടം ഒരു ഏവറേജ് ഒരു ഹൊറർ മാത്രമാണുള്ളൂ. പക്ഷെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, കുഴപ്പമില്ലാത്ത ഒരു മൂവിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.